മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട്. അസ്ലം, ഗ്രൗണ്ടിൽ എന്ന് സംഭവിക്കും എന്നുള്ളതാണ് ഇനി കാണേണ്ടത്. കോൺഗ്രസിനകത്ത് ഇത്തരത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് മുൻ KPCC അധ്യക്ഷൻ ഇത്തരത്തിലുള്ള അഭിപ്രായം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വലിയ സമ്മർദ്ദം അവിടെ ഉണ്ടാക്കുന്നില്ലേ? പ്രവർത്തകരിൽ പോലും സമ്മർദ്ദം ഉണ്ടാക്കുന്നതിലേക്കല്ലേ കാര്യങ്ങൾ കടക്കുന്നത് ഈ പ്രചാരണ സമയത്ത്? തീർച്ചയായും അപ്രതീക്ഷിതമായ ആശയക്കുഴപ്പങ്ങൾ രൂപപ്പെട്ടു വരികയാണ്. ആദ്യഘട്ടത്തിലുള്ള ഇതിൽ വ്യത്യസ്തമായി നേരത്തെ ഇതുവരെ UDF-ന്റെയും കോൺഗ്രസിലെ UDF നേതൃത്വത്തിന്റെയും കോൺഗ്രസിന്റെയും നിലപാട് ഒറ്റക്കെട്ടായിരുന്നു, അല്ലെങ്കിൽ ഒരേ കർശനമായൊരു നിലപാടായിരുന്നു എന്നുള്ളതെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് കോൺഗ്രസിനകത്ത് തന്നെ അൻവറിനെ സഹകരിപ്പിക്കുന്ന കാര്യത്തിൽ അത്ര കർക്കശമല്ലാത്ത നിലപാടുള്ളവരുണ്ട് എന്ന കാര്യം വ്യക്തമാവുകയാണ്. സുധാകരൻ നേരത്തെ തന്നെ അൻവറിനൊപ്പം നിലകൊണ്ട നേതാവാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അത് അൻവർ ഉണ്ടാകണം, അൻവർ നിർണായകമായ ശക്തിയാണ്, അൻവർ എന്തായാലും തെരഞ്ഞെടുപ്പിന് മുമ്പേ ഉണ്ടാകും, കൂട്ടായ ചർച്ചകൾ ഇനി നടത്തും എന്ന് പറയുന്നതിലൂടെ വളരെ കൃത്യമായി ഇപ്പോൾ എടുത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം എടുത്തിരിക്കുന്ന ഒരു നിലപാട്, അതായത് ഇനി അൻവറുമായിട്ടുള്ള പ്രത്യേക ചർച്ചകളില്ല, നേരത്തെയുള്ള ഉപാധികൾ നേരത്തെ വെച്ച വാഗ്ദാനങ്ങളുണ്ട്, അതിൽ അൻവർ അംഗീകരിക്കുകയാണെങ്കിൽ അത് പ്രഖ്യാപിക്കാം എന്നതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി ചർച്ചകളിലേക്കും സമവായത്തിലേക്കും പോകണം എന്നൊരു നിലപാടുള്ള ആൾക്കാർ കോൺഗ്രസിലുണ്ട് എന്നതിൻ്റെ വളരെ വ്യക്തമായ സൂചനയാണ് സുധാകരൻ്റെ പ്രസ്താവന. ഇതുവരെ ഒരുപക്ഷെ KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, UDF കൺവീനർ ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാം പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായ ഒരു വാക്ക് പറയുന്നതിലൂടെ കോൺഗ്രസിനകത്ത് ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ വളരെ വ്യക്തമായ സൂചനകൾ ഇത് നൽകുന്നുണ്ട്. നേരത്തെ ഇപ്പോൾ ലീഗ് മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത്, ഇല്ലെങ്കിൽ ഒരു സമവായത്തിലേക്ക് എത്താനുള്ള ശ്രമം നടത്തിയത് എന്നുണ്ടെങ്കിൽ, കോൺഗ്രസിനകത്തു നിന്ന് തന്നെ ഇത്തരത്തിലൊരു അഭിപ്രായം വരുമ്പോൾ, ഒരു ഭിന്നാഭിപ്രായം, നിലവിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ അഭിപ്രായത്തിൽ നിന്ന് മാറിയ ഒരാൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും ശക്തി അൻവറിനെ സംബന്ധിച്ച് കൂടുകയാണ്. പെട്ടെന്നൊരു മുന്നണി പ്രവേശനം പ്രതീക്ഷിക്കാം എന്നതിലേക്കാണോ കാര്യങ്ങൾ അടുക്കുന്നത്? അതായത് ഇതിൽ അൻവറിന്റെ ശക്തി കൂടുകയോ എന്നതിനപ്പുറത്ത്, വിലപേശൽ ശക്തി കൂടുന്നു എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിനകത്ത് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്ന ഇതുവരെ ഒരു ഉറച്ച സ്റ്റാൻഡ് എന്നർത്ഥം. കാരണം ആര്യാടൻ ഷൗക്കത്തിനെതിരെ കൃത്യമായ നിലപാടുകൾ പരസ്യമായി പറഞ്ഞിട്ട് പോലും ആര്യാടൻ ഷൗക്കത്ത് തീരുമാനത്തിൽ നിന്നും ഒരു ഘട്ടത്തിലും പിന്നോട്ട് പോകാൻ നിലവിൽ കോൺഗ്രസ് നേതൃത്വം UDF നേതൃത്വം തയ്യാറായിരുന്നില്ല. അങ്ങനെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു. മാത്രമല്ല, ഈ വിലപേശൽ എന്ന അർത്ഥത്തിൽ തന്നെ UDF മുന്നണി പ്രവേശനം ഉണ്ടായില്ലെങ്കിൽ മത്സരിക്കുമെന്ന് PV അൻവർ പറഞ്ഞപ്പോഴും ഒരു തരത്തിലും ഞങ്ങൾക്ക് പറയാനുള്ളത്, PV അൻവർ ആദ്യം UDF സ്ഥാനാർത്ഥിയുടെ സഹകരണം പ്രഖ്യാപിക്കട്ടെ, പിന്നീട് ഞങ്ങൾ നിലപാട് പറയാമെന്നൊരൊറ്റ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, പരസ്യമായി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞതൊന്നും ശരിയായില്ലെന്ന് KPCC പ്രസിഡന്റ് കൂടി പറഞ്ഞിരുന്നു. അങ്ങനെ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും എല്ലാം ഉണ്ടാക്കിയെടുത്ത ഒരു ഏകസ്വരൂപത്തിലുള്ള, അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ആ ഒരു നിലപാടിൽ നിന്നും വ്യത്യസ്തമായ സമീപനം സുധാകരൻ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന്റെ ക്യാമ്പിൽ അതൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നേരത്തെ തന്നെ മുസ്ലിം ലീഗിനെ PV അൻവറിനെ കൂടെ നിർത്തിക്കൊണ്ട് പോകണം അഭിപ്രായമുണ്ട്, അവർ സമവായത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ പോലും അതൊരു അഭിപ്രായ വ്യത്യാസമായോ അല്ലെങ്കിൽ UDF-നെ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് അവർ പോയിട്ടില്ല. സ്വാഭാവികമായിട്ട് എപ്പോഴും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ സമവായത്തിൽ ശ്രമിക്കുന്ന ഒരു പാർട്ടി നടത്തത്തിൽ അവർ ശ്രമം നടത്തി. മാത്രമല്ല, അവരിലേക്ക് വരികയാണ് ശരിക്കും PV അൻവർ P അബ്ദുൽ വഹാബിന്റെ വീട്ടിലേക്ക് വരികയാണ് ചെയ്തത്. ലീഗ് നേതാക്കൾ അങ്ങോട്ട് പോവുകയല്ല ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിന് വലിയ ആശയക്കുഴപ്പങ്ങൾ രൂപപ്പെട്ടിരുന്നില്ല. അതേസമയം ഇപ്പോൾ സുധാകരൻ അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെതിരെ എന്തെങ്കിലും പ്രത്യേകിച്ച് പറഞ്ഞില്ലെങ്കിൽ പോലും ഇതുവരെ ഇപ്പോഴുള്ള ഒരു സമീപനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പോയാലും കുഴപ്പമില്ല എന്നൊരു സമയം, അല്ലെങ്കിൽ ഈ കോൺഗ്രസ് നിലപാട് അംഗീകരിക്കാതെ ഒറ്റയ്ക്ക് പോയി മത്സരിച്ചാലും കുഴപ്പമില്ല എന്നൊരു സമീപനത്തിൽ നിന്ന് മാറി, അല്ല അൻവറിനെ കൂടെ കൂട്ടിക്കൊണ്ടു പോകണം, അതാണ് ചെയ്യേണ്ടത്, അത് ഒരുമിച്ച് കൂടിയാലോചിച്ച് ചെയ്യണം എന്ന് പറയുന്നതിലൂടെ കൃത്യമായ അഭിപ്രായ വ്യത്യാസം അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അതാണ് സതീഷിന് അങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കേണ്ട എന്നൊരു ധ്വനിയിലേക്കാണ് സുധാകരന്റെ വാർത്താ സമ്മേളനം എത്തി നിൽക്കുന്നത്. എന്തായാലും അത്തരത്തിൽ ആളുകൾ ഉണ്ടെങ്കിൽ അത് മരവിപ്പിക്കണം. അൻവറിന്റേത് അതൊരു വലിയ ശക്തിയാണ്, അത് നിലമ്പൂരിൽ ആവശ്യമുള്ളതാണ് എന്ന് സുധാകരൻ പറഞ്ഞു വെക്കുന്നു.